ആരാണ് വെബ് ഡിസൈനേഴ്സ്? ആരാണ് വെബ് ഡെവലപ്പർ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്കും സംശയങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെബ് ഡെവലപ്പിങ്ങിൽ വെബ് ഡിസൈനേഴ്സും വെബ് ഡെവലപ്പേഴ്സും ഒക്കെ ഉൾപ്പെടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വെബ് ഡെവലപ്പിംഗ് എന്താണെന്ന് പറയാം. ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റിനെ ഇൻ്റർനെറ്റിലൂടെയോ ഇൻട്രാനെറ്റിലൂടെയോ പോസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ്. വെബ് ഡിസൈനും വെബ് കണ്ടൻറ് ഡെവലപ്മെൻറ്റും ക്ലയൻറ്റ് സൈഡ് അല്ലെങ്കിൽ സർവീസ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി കോൺഫിഗറേഷനും ഒക്കെ ഉൾപ്പെട്ടതാണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സെർവർ മോഡിലൂടെ വേൾഡ് വൈഡ് വെബ് ആപ്ലിക്കേഷനിൽ സ്പെഷ്യലൈസ് ചെയ്ത പ്രോഗ്രാമറാണ് വെബ് ഡെവലപ്പർ. എന്നാലും അവർ ഡിസൈനിങ്ങിലും കോഡിങ്ങിലും അതുപോലെ തന്നെ വെബ്സൈറ്റ് മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിലും ക്ലയൻറ്റിൻ്റെ ആവശ്യാനുസരണം ലേഔട്ട് ഫങ്ഷൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കും. വെബ് ഡെവലപ്പർമാരിൽ തന്നെ 3 വിഭാഗമുണ്ട്: ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. യൂസേഴ്സ് അവരുടെ വെബ് ബ്രൗസറിലൂടെ കാണുകയും സംവദിക്കുകയും ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ വിഷ്വൽ ഭാഗങ്ങളുമായിട്ടാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ പ്രവർത്തിക്കുന്നത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ക്ലയൻറ്റ് സൈഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രോഗ്രാമിലും എല്ലാ പബ്ലിക് ഫേസിങ് വിഷ്വൽസും എലമെൻസും ഡിസൈനിങ്ങിലും ഒക്കെ ഇവർക്ക് റോളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇവർ വെബ് ഡിസൈനർമാരായിട്ടും കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. HTML, ജാവാസ്ക്രിപ്റ്റ്, CSS തുടങ്ങിയവരൊക്കെ ഇവർക്ക് അറിവുകളുണ്ടായിരിക്കും. നമ്മൾ സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത വെബിൻ്റെ ഭാഗമാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതും സമന്വയിപ്പിക്കുന്നതും ബാക്ക് എൻഡ് ഡെവലപ്പർമാരാണ്. PHP, ജാവ, SQL, റൂബി, പൈത്തൺ തുടങ്ങിയ ലാംഗ്വേജുകൾ അവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് വെബ് ഡെവലപ്മെൻറ്റ് അടങ്ങുന്നതാണ് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ്. എല്ലാ ലെവലിലും ഒരു വെബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കും. ഒരു വെബ്സൈറ്റ് എങ്ങനെ കാണപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി സ്പെഷ്യലിസ്റ്റാണ് വെബ് ഡിസൈനർ. ഒരു വാചകം എവിടെ സ്ഥാപിക്കണമെന്ന് നിർണ്ണയിക്കുന്നതും ലോഗോകളും ബാനറുകളും ഗ്രാഫിക്സിൻ്റെ മറ്റ് ഘടകങ്ങളും ഇവയൊക്കെ ചെയ്യുന്നത് വെബ് ഡിസൈനർമാരാണ്. വെബ് ഡിസൈനിങ്ങിൽ തന്നെ 2 വിധമുണ്ട്: UI ഡിസൈൻ, UX ഡിസൈൻ. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വേറെ വീഡിയോയിൽ പറയുന്നത്. മാർക്കറ്റിംഗ് വിദഗ്ധന്മാരായിട്ടും ബ്രാൻഡ് മാനേജർമാരായിട്ടുള്ളൊക്കെയുള്ള ബന്ധം ഒരു നല്ല ഫലപ്രദമായ വെബ് ഡിസൈൻ ചെയ്യാൻ അവരെ സഹായിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.